ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. മാഡം, നിഷാ വധക്കേസിന്റെ അന്വേഷണം ഇടം വരെയായി. നിങ്ങൾ 2 ദിവസം കൂടി കാത്തിരിക്കണം. അതല്ല മാഡം, ഇപ്പൊ 3ാമത്തെ അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. എന്നിട്ടും ഇരുട്ടിൽ തപ്പുന്നുവെന്നായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. കേരള പോലീസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ പോലീസ് വല വീശിക്കഴിഞ്ഞു. മാക്സിമം 2 ദിവസം. പ്രതിയെ ഞങ്ങൾ കാണിച്ചു വന്നിരിക്കും. ഇതിൽ ചില പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് ഒരു റൂമർ ഉണ്ടല്ലോ. നോ കമന്റ്സ്. മാഡം മതി മതി മാഡം മാഡം മാറ്. ഒരു മിനിറ്റ്. മതിയെന്ന് മാറി കിടം. നമസ്കാരം അച്ഛാ. ടിപി സിന്ദാബാദ്. ടിപി സിന്ദാബാദ്. ടിപി സിന്ദാബാദ്. ടിപി. ഞാൻ ചെന്ന് ഡാഡിയെ കണ്ടിട്ട് വരാം. ഇച്ചായ, നമ്മുടെ മകൻ മുറിയടച്ച ഒരേ ഇരിപ്പാ. സാരമില്ല സുജി, കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറിക്കോളും. ഇച്ചായനും മോന്റെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വം ഇല്ല. എന്റെ കുഞ്ഞിന്റെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് പേടിയാവുക. സുജി മതി. ഇതാ നിങ്ങളുടെ കുഴപ്പം. പിണ്ടിപ്പോരുത്. ഒന്നേ ഉള്ളേലും ഒലക്കയ്ക്ക് അടിച്ചു വളർത്തണമായിരുന്നു. ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ആ മോനെ വാടാ. എന്താടാ, എന്തു പറ്റി? അത് പിന്നെ ഡാഡി, മോനെ ഇനി ആരും ഒന്നും ചെയ്യില്ല, പേടിക്കണ്ട. വാ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ തോമാച്ചൻ്റെ പിതാവിൻ്റെ ഓർമ്മ ദിവസം എത്തിയ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. പാരീഷ് സ്കൂളിൽ ചെറിയ ഒരു കാപ്പി സൽക്കാരം അറേഞ്ച് ബന്ധുക്കൾക്ക് വേണ്ടി ഞാൻ അറിയിക്കുന്നു. കാപ്പിയുടെ കാര്യമെല്ലാം ഓഡിറ്റോറിയത്തിൽ റെഡിയാക്കി. നമസ്കാരം അച്ഛാ. എന്തായടോ? ജില്ലാ പ്രസിഡന്റ് സ്ഥാനം എനിക്ക് തന്നേ. ഓ ഗുഡ്. സർ, ഇന്ത്യ മാഡം വന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് സർ. മൈ ഡീപ് കണ്ടോളൻസസ്. അന്വേഷണ സംഘം രൂപീകരിച്ചോ? യെസ് സർ. ഡിവൈഎസ്പി, CI, SI എന്നിവരിടുന്ന സംഘം റെഡിയാണ്. ഉടനെ ഒരു നേപ്പാളിലേക്ക് പോകും. ഗുഡ്. പോലീസ് സംഘം വലവീശി കഴിഞ്ഞു അല്ലേ? യെസ് സർ. കൊടുക്ക സർ. അച്ഛായ സെയിമാണ്. ഹലോ. ശരി ശരി, ഓക്കെ ഓക്കെ. താഴെ കാറെത്തിയിട്ടുണ്ട്. പെങ്ങളാ വിളിച്ചത്. പോകുന്ന വഴിക്ക് സ്കൂളിലൊന്ന് കയറണം. കാര്യം അവളുടെ ലവ് മാരേജ് ആയിരുന്നേ. ആളിയന് ഞാനൊരു അത്ര സുഖത്തിലല്ല. പുള്ളി ഇപ്പോ അവിടുത്തെ കിരീടം വെക്കാത്ത രാജാവാ. അഡ്മിഷനൊക്കെ ലക്ഷങ്ങളാ മേടിക്കുന്നെന്നാ കേട്ടത്. നായ്ക്ക് മീശ കിളുത്ത അമ്പട്ടൻ എന്നാ ചെയ്തം. ഇയാളൊരു പന്നനാണ്. എന്താ പറഞ്ഞേ? ഒന്നുമില്ല സാർ. വരൂ. എന്റെ ചേച്ചിയെ അളിയനായിട്ടുള്ള വിഷയം കൊണ്ടൊന്നും അല്ല ഞാൻ വിളിക്കാത്തെ. ദേ ഇപ്പൊ തന്നെ നോക്കിയേ, ഞാൻ ചേച്ചിയെ കാണാൻ വേണ്ടി ഓടിയെത്തില്ലേ. ഈ കേസ് അന്വേഷണം ഇല്ലായിരുന്നെങ്കിൽ നീ ഇപ്പൊ ഇങ്ങോട്ട് വരില്ലായിരുന്നല്ലോ. എന്റെ ചേച്ചി ഒന്നിനും സമയം കിട്ടത്തില്ല. ഈ പോലീസ് പണിയെന്ന് പറഞ്ഞ ചേച്ചിക്ക് അറിയുന്നല്ലേ. ഇപ്പൊ തന്നെ എന്റെ അവസ്ഥ ഒന്ന് നോക്കിയേ. എന്നാ നിങ്ങൾ ഈ വണ്ടി തന്നെ നേപ്പാളിലേക്ക് പൊയ്ക്കോ. ശരി, പോയിട്ട് വരാം. ഓ ശരി ചേച്ചി. DYSP साहब, आपके केरल के DGP साहब का मेल आया हुआ है और नेपाल पुलिस का आपको भरपूर सहयोग मिलेगा और आपके सहयोग के लिए मैं एक इंस्पेक्टर भी लगा दे रहा हूँ. इंस्पेक्टर निशांत लाई येता पठवणू. सर वहाँ लाई हमरो प्रहरी बाटा हुनई हती
सहयोग का दिने पर्यो। यस सर। He is Inspector Nishant. He knows Hindi well. Bharat Bata, DYSP Biju. सर। And he will assist you. Okay? ഓക്കെ താങ്ക് യു സർ. यस सर। उसने क्या बोला? सर वो मुखबिर था, बगल के गांव के मेले में वो आया हुआ है, अपनी चोट को छुपाने के लिए चादर ओढ़ के रखा है। അച്ഛാ അച്ഛാ, അവനെ ആ ഉത്സവ സ്ഥലത്ത് കണ്ടെന്ന് ആ ഇൻഫോമർ പറഞ്ഞു. കമാൺ. Hands up. Catch him. I will shoot you. Order the. ഇല്ല മാഡം, അവനെ കിട്ടിയില്ല മാഡം. അവൻ ചതുപ്പിലേക്ക് ചാടി. ഇല്ല മാഡം, മറു സൈഡിൽ നേപ്പാൾ പോലീസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ശരി മാഡം.